നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി ആലുവ നഗരത്തെ നടുക്കി അരും കൊലപാതകം. നഗരത്തിലെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ഷോൾ മുറുക്കി കൊല്ലപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം കുണ്ട്ര സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്താണ് കഴുത്തിൽ ഷോൾ മുറുക്കി യുവതിയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. സുഹൃത്തായ നേര്യമംഗലം സ്വദേശി ബിനു സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി. ബിനുവാണ് അഖിലയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. വിവാഹ അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കം അത് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. ആലുവ നഗരത്തിലെ തായ്സ് ടെക്സ്റ്റൈൽസിന് എതിർവശം തോട്ടുങ്കൽ ലോഡ്ജിലാണ് ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ലോഡ്ജ് ജീവനക്കാർ പറയുന്നത് ഇരുവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ഇവിടെ താമസിക്കാറുണ്ട് എന്നാണ്. കൊലപാതകം നടക്കുന്ന ദിവസമായ ഇന്നലെ ആദ്യം യുവാവെത്തി, അതായത് ബിനു എത്തി. അതിനുശേഷം ഏറെ നേരം കഴിഞ്ഞ് യുവതി അഖിലയും ലോഡ്ജിലെത്തി. മുറിയിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. പിന്നാലെ യുവതിയെ പ്രതി കഴുത്തിൽ കിടന്ന ഷോൾ എടുത്ത് മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. യുവാവ് പറയുന്നത് വിവാഹം കഴിക്കണമെന്ന യുവതിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് വഴക്കുണ്ടായതെന്നാണ്. ഈ ഒരു കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ തൻ്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ വിളിച്ച് ഈ മൃതദേഹം കാണിച്ചു കൊടുത്തു. ഈ സുഹൃത്തുക്കളാണ് സംഭവം പോലീസിനെ വിളിച്ചറിയിച്ചത്. പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് കൊലപാതകം നടന്നത്. ആലുവ നഗരത്തിലെ തോട്ടുങ്കൽ എന്ന ലോഡ്ജിലാണ് കൊലപാതകം ഉണ്ടായത്. എന്തായാലും ഈ വീഡിയോ കോൾ വിളിച്ച് സുഹൃത്തുക്കളെ കാണിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ കാഴ്ച കണ്ടപ്പോൾ സുഹൃത്തുക്കളും ഒന്ന് പതറി. പിന്നാലെ സുഹൃത്തുക്കൾ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തുന്നു, പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നു, ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. തർക്കം മൂർച്ഛിച്ചതോടെയാണ് അഖിലയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷമേ അഖിലയുടെ മൃതദേഹം ലോഡ്ജിൽ നിന്ന് മാറ്റുകയുള്ളൂ. യുവാവ് മൃതദേഹം വീഡിയോ കോളിലൂടെ സുഹൃത്തുക്കളെ കാണിച്ചതാണ് കേസിൽ നിർണായകമായി മാറിയത്. കൊലപാതകം നടത്തിയ രീതി അടക്കം വീഡിയോയിലൂടെ ഇയാൾ വിശദീകരിക്കുകയും ചെയ്തുവെന്നാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവമുണ്ടായത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ ഒരു നഗരത്തിലെ ലോഡ്ജിൽ സംഭവിച്ചിരിക്കുന്നത്. ലോഡ്ജിൽ ഇവർ സ്ഥിരമായി എത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവർ പരിചയക്കാരായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബന്ധം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എത്തിയത് അതൊരു കൊലപാതകം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. വിവാഹ അഭ്യർത്ഥന ഈ ബിനു നടത്തുന്നു, അഖില അത് നിരസിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഇപ്പോൾ അഖില അത് നിരസിച്ചത് എന്ത് കാരണം കൊണ്ടാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ശക്തമാവുന്നുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ഒരു കൊലപാതകം കൊച്ചിയെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. നഗരത്തിലെ ലോഡ്ജിലാണ് കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. ഈ ഇരുവരുടെ വീട്ടുകാരെ സംബന്ധിച്ചിപ്പോൾ അഖില കൊല്ലപ്പെട്ടു, മാത്രമല്ല ബിനു ഒരു കൊലപാതകിയായി പ്രതിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് വളരെ നടക്കുന്നൊരു വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത. കൊച്ചി വടുതലയിൽ അയൽവാസി ക്രൂരത നടത്തിയത്, അതായത് ഈ പകയുടെ പിന്നാലെ രണ്ടുപേരെ, അതായത് ഭാര്യയും ഭർത്താവിനെയും അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം. ഈ സംഭവത്തിൽ ഭർത്താവ് മരിച്ചു. ക്രിസ്റ്റഫറാണ് മരിച്ചത്. 80% ക്രിസ്റ്റഫറിന് പൊള്ളലേറ്റത്. വടുതല കാഞ്ഞിരത്തിങ്കൽ ക്രിസ്റ്റഫറാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരിച്ചത്. നെഞ്ചിനും കൈകൾക്കും തുടയ്ക്കുമായിരുന്നു ക്രിസ്റ്റഫറിന് പൊള്ളലേറ്റത്. ക്രിസ്റ്റഫറിൻ്റെ ഭാര്യ മേരി ഇപ്പോൾ ചികിത്സയിലാണ്. 15% പൊള്ളലാണ് മേരിക്കുള്ളത്. ചികിത്സയിൽ തുടരുകയാണ്. ദമ്പതികളെ തീ കൊളുത്തിയ ശേഷം പ്രതി ആത്മഹത്യ ചെയ്തിരുന്നു. അയൽവാസിയായ വില്യം പാട്രിക് കൊറേയാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരത നടത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. ഇയാളുടെ മൃതദേഹം ചാത്തിയാത്ത് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. വില്യം പാട്രിക്കിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കുപ്പിയിലായിരുന്നു വില്യം പെട്രോൾ കൊണ്ടുവന്നത്. പെട്രോൾ ജക്കിലേക്ക് മാറ്റി ദമ്പതികളുടെ ദേഹത്തേക്ക് ഒഴിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ദമ്പതികളെ വെള്ളിയാഴ്ച രാത്രിയോടെയാണ് വില്യം ആക്രമിച്ചത്. ഇവർ അയൽവാസികളായിരുന്നു. ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൊച്ചി ലൂർദ് ആശുപത്രിക്ക് സമീപമുള്ള ഗോൾഡൻ സ്ട്രീറ്റിലായിരുന്നു ഈ നടുക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ദമ്പതികൾ ചാത്തിയാത്ത് പള്ളിപ്പെരുന്നാളിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ വഴിയിൽ കാത്തുനിന്ന് ഇവരെ തടഞ്ഞു നിർത്തിയത്. ശേഷം പെട്രോൾ അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു.
15 വർഷത്തെ വ്യക്തി വൈരാഗ്യമായിരുന്നു ക്രിസ്റ്റഫറിനോട് വില്യം പാട്രിക്കിന് ഉണ്ടായിരുന്നത്. നാട്ടുകാർ ഈ ഒരു 15 വർഷത്തെ വൈരാഗ്യമുണ്ട് എന്ന് നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് വില്യം വാക്ക് തർക്കത്തെ തുടർന്ന് തൻ്റെ സഹോദരൻ്റെ മകനെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. വില്യം ഇത്തരത്തിലൊരു പ്രശ്നക്കാരനായിരുന്നു. മാത്രമല്ല, ഈ സഹോദരനെ ആക്രമിക്കുന്ന സമയം അയൽവാസിയായ ക്രിസ്റ്റഫറാണ് വില്യമിനെ ചവിട്ടി മാറ്റിയത്. ഇത് ഈ നാട്ടുകാരൊക്കെ സാക്ഷിയായിട്ടുണ്ട്. അന്നു മുതൽ നിരന്തരമായി ക്രിസ്റ്റഫറിനെയും കുടുംബത്തെ ഇയാൾ ശല്യം ചെയ്യാറുണ്ട്. ഇയാൾ അവരെ ഉപദ്രവിക്കാറുണ്ട്. വീട്ടുമാലിന്യവും മനുഷ്യ വിസർജ്യവും ഒക്കെ ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലേക്ക് എറിയും. വളർത്തു പക്ഷികളെ കൊല്ലും, ചെടികൾ നശിപ്പിക്കും. ഇത്തരത്തിൽ വലിയൊരു പകയായിരുന്നു ഈ വ്യക്തിക്ക് അവരോടുണ്ടായിരുന്നത്. അങ്ങനെ 15 വർഷം നീണ്ടു നിന്ന പകയ്ക്കൊടുവിൽ ദമ്പതികളിൽ ഒരാളെ തീ കൊളുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. 2 പേരെ ലക്ഷ്യമിട്ടാണ് പ്രതി എത്തിയത്. അതിലൊരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്, ഒരാൾ ചികിത്സയിൽ തുടരുകയാണ്. ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് ഇവരോട് ഇത്രയും പക എന്ന ചോദ്യമൊക്കെ ശക്തമായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. സഹോദരനുമായുള്ള തർക്കത്തിനിടെ ഈ ക്രിസ്റ്റഫർ ഇടപെടുന്നു. മാത്രമല്ല, ഈ വില്യംസിനെ ചവിട്ടി മാറ്റുന്നു. ഇതാണ് ഇയാൾക്ക് പകയായി മാറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പൊള്ളലേറ്റ ദമ്പതികളുടെ നില ഗുരുതരമായിരുന്നു. ഇപ്പോൾ ക്രിസ്റ്റഫർ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. ഭാര്യ മേരി ചികിത്സയിൽ തുടരുകയാണ്. ക്രിസ്റ്റഫറായിരുന്നു ഈ സ്കൂട്ടർ ഓടിച്ചിരുന്നത്. മുൻവശം ഇരുന്നതും അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കാണ്, അതായത് കൂടുതൽ പരിക്ക് അദ്ദേഹത്തിന് ഏൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ പൊള്ളിയ ശരീരവുമായി ക്രിസ്റ്റഫറും മേരിയും ആശുപത്രിയിലേക്ക് വാഹനത്തിൽ കയറുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഈ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ മടങ്ങിയ ദമ്പതികൾ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നതെന്ന് അവരും അറിഞ്ഞിരുന്നില്ല. വഴിയിൽ കാത്തു നിന്ന വില്യം ഒന്ന് നിർത്തിയെന്ന് പറഞ്ഞാണ് സ്കൂട്ടർ നിർത്തിപ്പിച്ചത്. നോക്കുമ്പോഴേക്കും അതിവേഗത്തിൽ എന്തെങ്കിലും ചെയ്യാനാവുന്നതിന് മുമ്പ് തന്നെ വില്യംസ് കുപ്പിയിലെ പെട്രോൾ അവരുടെ ദേഹത്തേക്ക് ഒഴിച്ചു. പിന്നാലെ ലൈറ്റർ കത്തിച്ച് അവരുടെ ദേഹത്തേക്ക് എറിയുകയും ചെയ്തു. തീ ആളിയപ്പോഴേക്കും നിലവിളിച്ചുകൊണ്ട് ക്രിസ്റ്റഫറും മേരിയും അടുത്തുള്ള ജൂൺസന്റെ വീട്ടിലേക്കാണ് ഓടിക്കയറിയത്. വില്യംസ് ഞങ്ങളെ കത്തിച്ചു എന്ന് നിലവിളിച്ചുകൊണ്ടായിരുന്നു ഇരുവരും വീട്ടിലേക്ക് ഓടിക്കയറിയതെന്നാണ് അയൽവാസിയായ ജൂൺസൺ പറയുന്നത്. വർഷങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ പക വീട്ടിൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചിരിക്കുന്നത്. തൻ്റെ വീട്ടിലേക്ക് അനാവശ്യമായിട്ട് വില്യംസ് ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു സ്വഭാവത്തെപ്പറ്റി ക്രിസ്റ്റഫർ പലപ്പോഴും പരാതി പറഞ്ഞിരുന്നു. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ പലതവണ തർക്കമുണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ 3 വർഷം മുമ്പ് വില്യംസ് ക്രിസ്റ്റഫറിൻ്റെ വീട്ടിലേക്ക് മലമെറിഞ്ഞു എന്ന പരാതി. ഇതിനെപ്പറ്റി ക്രിസ്റ്റഫർ പോലീസിൽ പരാതി നൽകി. ഇതിൽ വില്യംസിന് വലിയ പകയുണ്ടായി. മാലിന്യമെറിഞ്ഞ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ വാർഡ് കൗൺസിലറും മറ്റും പ്രശ്നത്തിൽ ഇടപെട്ടു. പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ച കൗൺസിലർ അടക്കമുള്ളവരോടെല്ലാം ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നായിരുന്നു വില്യംസ് പറഞ്ഞത്. അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നായിരുന്നു എല്ലാവരും കരുതിയത്. എന്നാൽ ഉള്ളിൽ തീരാത്ത പക സൂക്ഷിച്ച വില്യംസ് അത് വീട്ടുക എന്ന ലക്ഷ്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. സ്കൂട്ടറിൽ ഇരുവരും വരുന്നത് കാത്തു നിന്നാണ് വില്യംസ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.